വിമാനയാത്രക്കാർക്കുള്ള ഇൻഷുറൻസ് തട്ടിപ്പാണോ? എത്ര പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്? ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ ലിങ്ക്ഡിനിൽ പങ്കുവച്ച സ്വന്തം ദുരനുഭവം വ്യാപക ചർച്ചയിൽ. വിമാനം നിരവധി മണിക്കൂറുകൾ വൈകിയതിന് നഷ്ടപരിഹാരം ചോദിച്ച് അപേക്ഷ നൽകാൻ പോലും പ്രയാസപ്പെടേണ്ടി വന്നുവെന്ന് ഗ്രോത്ത് റോക്കറ്റിന്റെ ആയുഷ്മാൻ പണ്ഡിത. ഇൻഷുറൻസ് കമ്പനികൾ ഉണരുമോ? ഗാർഹിക സാധനങ്ങളുടെ വിപണിയിൽ രാജാവാകാൻ മുൻനിരക്കാർ കടുത്ത മത്സരത്തിൽ. റിലയൻസ് റീറ്റെയിൽ പ്രമുഖ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ നിർമ്മാതാക്കളായ കെൽവിനേറ്ററിനെ വിലയ്ക്ക് വാങ്ങി. ഇത്തരം ഏറ്റെടുക്കലുകൾക്ക് റിലയൻസ് 5 വർഷത്തിനിടയിൽ ചെലവിട്ടത് 1.12 ലക്ഷം കോടി രൂപ. സ്വർണത്തിന് ഇന്ന് കേരളത്തിൽ 2 വില. ഉച്ചയ്ക്ക് 2-ന് ശേഷം ഒറ്റയടിക്ക് കൂടിയത് പവന് 400 രൂപ. വ്യാപാരികളുടെ സംഘടനകൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ 2 വിലയാണ് സ്വർണത്തിന്. ഒരു കൂട്ടർ പവന് 40 രൂപ രാവിലെ കൂട്ടിയിരുന്നു. രാജ്യാന്തര വില ഉയർന്നപ്പോൾ ദേ പിന്നെയും. വന്ദേ ഭാരതിൽ കയറാൻ വണ്ടി സ്റ്റേഷനിൽ എത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ ബുക്കിംഗ് സൗകര്യം. ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരതിലാണ് വൈകിയ വേളയിലും അവസരം കൊടുക്കുന്നത്. ഒരു കണ്ടീഷൻ: സീറ്റൊഴിവ് ഉണ്ടായിരിക്കണം. വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന്റെ കടമെടുപ്പ്. ചൊവ്വാഴ്ച 1000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. ഈ വർഷത്തെ കടം ഇപ്പോൾ 15,000 കോടിയിൽ. വായ്പ കിട്ടാൻ പല വഴികളുള്ളപ്പോൾ വരവറിഞ്ഞ് ചെലവാക്കണമെന്ന് ആര് പറഞ്ഞു? ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.